തൃശൂർ കുന്നംകുളത്ത് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് വി.എസ്. സുജിത്തിനെ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സന്ദർശിച്ചു. തൃശൂർ ഡി.സി.സി ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. കേസിലെ തുടർ നടപടികളിൽ സുജിത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരുടെ വീട്ടിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. സുജിത്ത് നേരിട്ട പീഡനങ്ങൾക്ക് ഉത്തരവാദി സർക്കാരാണെന്നും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേതെന്നും കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. തൃശൂരിലെത്തി സുജിത്തിനെ കണ്ട കെ.പി.സി.സി പ്രസിഡന്റ് കേസിലെ തുടർ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. സുജിത്തിന്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയ അതിന്റെ നഷ്ടപരിഹാരം സുജിത്തിന് നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ രാഷ്ട്രീയ സംരക്ഷണത്തിൽ ആ പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രതികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് ഏതറ്റം വരെയും പോകുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അത് തയ്യാറായില്ലെങ്കിൽ ഏത് എക്സ്ട്രീമിലേക്കും പോകും. കോൺഗ്രസ് എന്നുള്ള നിലയിൽ സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് ഞങ്ങൾ പോകും. പോലീസുകാർക്കെതിരെ ഉണ്ടായത് തലോടലാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അതിനിടെ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരായ നുഹ്മാന്റെയും സജീവന്റെയും വീട്ടിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. സജീവന്റെ തൃശൂരിലെ വീടിന് മുന്നിൽ പ്രവർത്തകർ പോസ്റ്റർ പതിച്ചു. സന്ദീപ് ജോലി ചെയ്യുന്ന തൃശൂർ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മീഡിയ 1 തൃശൂർ.